Good evening, everyone. We have already discussed the part 1 of research design. So, ഇനി നമ്മള് research designന്റെ part 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങള് ഒന്ന് റിസർച്ച് ഡിസൈൻ എന്താണ് എന്നാണ്. രണ്ടാമത്തെ കാര്യം എലമെന്റ്സ് ഓഫ് റിസർച്ച്. ഈ രണ്ട് കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ? എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ റിസർച്ച് ഡിസൈനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദ റിസർച്ച്. റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് റിസർച്ച് ഡിസൈനിലാണ് നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നത്, ഏതൊക്കെയാണ്, ലൈക്ക് നമ്മളെ ടോപ്പിക് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്താണ്, മെത്തേഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ, അതിൽ തന്നെ ഏത് ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇന്റർവ്യൂ ആണോ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആണോ, സർവേ ആണോ, ദെൻ നമ്മുടെ ലിമിറ്റേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്തിലാണ്? ഈ ഒരു റിസർച്ച് ഡിസൈനിലാണ്. ലൈക്ക് ഈ റിസർച്ച് ഡിസൈന് നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ഒക്കെ എന്തില് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും? റിസർച്ച് ഡിസൈനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ ലൈക്ക് എന്തെങ്കിലും റിസ്ക് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു റിസർച്ച് ഡിസൈനിൽ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? ഇറ്റ് ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദ റിസർച്ച്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് റിസർച്ച് ഡിസൈനെ കാണുന്നത്. സോ എ റിസർച്ച് ഡിസൈൻ ഇസ് എ tentative plan of the study worked out by the social researcher at the beginning of the study. അതായത് നമ്മൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന്റെ മുന്നേ, ലൈക്ക് അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് സ്റ്റഡീന്റെ മുന്നേ നമ്മൾ എന്താ പറയാ പ്ലാൻ ചെയ്യുന്ന എങ്ങനെ റിസർച്ച് ഡിസൈൻ കണ്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന, ലൈക്ക് എങ്ങനെ റിസർച്ച് ഡിസൈൻ കണ്ടക്ട് ചെയ്യണം എന്ന ഒരു പ്ലാനിങ് ആണ് ശരിക്കും പറഞ്ഞ ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് പ്ലാൻ ഓഫ് ദ സ്റ്റഡി വർക്ക്ഡ് ഔട്ട് ബൈ സോഷ്യൽ റിസർച്ചർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. പ്ലാൻ ദാറ്റ് റിസർച്ചർ മേക്ക് ടു ഗൈഡ് ദ റിസർച്ച്. അതായത് റിസർച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു റിസർച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്ത് ചെയ്യാന് പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റിസർച്ച് ഡിസൈനെ കൺസിഡർ ചെയ്യാം. സച്ച് എ സ്ട്രാറ്റജി ഓർ പ്ലാൻ ഓഫ് ദ സ്റ്റഡി കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് സർട്ടൻ ഡിസിഷൻസ്. ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് പ്ലാൻ ഓഫ് ദ സ്റ്റഡി, ലൈക്ക് ആ ഒരു സ്റ്റഡി എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് ഏത് ഇഷ്യൂ ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ ടോപ്പിക് ഏതാണെന്ന് നമ്മൾ ഈ റിസർച്ച് ഡിസൈനിലാണ് എന്ത് ചെയ്യേണ്ടത്? സ്പെസിഫൈ ചെയ്യേണ്ടത്. വിച്ച് ഇഷ്യൂ ഷുഡ് ബി സ്റ്റഡീഡ്, ഏത് ടോപ്പിക് ആണ് പഠിക്കേണ്ടത്, ആൻഡ് ദ ജിയോഗ്രഫിക്കൽ ഏരിയ ഓർ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റഡി ടു ബി ക്യാരിഡ് ഔട്ട്. ലൈക്ക് ഏത് ജിയോഗ്രഫിക്കൽ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുക്കുകയാണ്, ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോ ആ ഒരു കമ്മ്യൂണിറ്റി ഏത് ഏരിയയിലാണുള്ളത്, അപ്പോ ആ ഏരിയയിലായിരിക്കുമല്ലോ നമ്മൾ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. അപ്പോ ആ ഒരു ഏരിയ ഏതാണ്, പിന്നെ പോപ്പുലേഷൻ സൈസ്, നമ്മൾ പഠിക്കേണ്ട പോപ്പുലേഷന്റെ സൈസ് ആൻഡ് പീരീഡ് ഓഫ് ടൈം, എത്ര കാലം എടുക്കും ഈ ഒരു സ്റ്റഡി ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ എത്ര കാലം എടുക്കും. അതുപോലെ തന്നെ ടെക്നിക്സ്, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, ഡേറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്, ഡിജിറ്റലൈസേഷൻ ഓഫ് ഡേറ്റ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ചർച്ച ചെയ്യുന്നുണ്ട്? ഈ ഒരു റിസർച്ച് ഡിസൈൻ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? ബ്ലൂ പ്രിന്റ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. സച്ച് എ ഡിസൈൻ ഹെൽപ്സ് ദ സോഷ്യൽ റിസർച്ചേഴ്സ് ടു അവോയ്ഡ് വേരിയസ് പോസിബിൾ റിസ്ക് ഇൻവോൾവ്ഡ് ഓർ ഹെൽപ്സ് ഹിം ഓർ ഹെർ ടു ആന്റിസിപ്പേറ്റ് അപ്കമിങ് പോസിബിൾ ഡേഞ്ചർ.
അതായത് ഇത്തരത്തില് നമ്മളൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട റിസ്ക് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഡേഞ്ചേഴ്സിനെ ഒക്കെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് പോസിബിൾ ആയിട്ട് ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് എലമെന്റ്സ് ഉണ്ടാവും ഈ സ്റ്റഡീസിൽ. അതിനെയൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിസർച്ച് ഡിസൈന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സെറ്റ് ഔട്ട് ദ outline and key feature of the work to be undertaken, including the method of data collection, analysis to be employed, and showing how the research strategy address the specific aims and objectives of study. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ഡേറ്റ കളക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ലൈക് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ, അതിൽ തന്നെ ടൂൾസ് ഏതാണ്, എങ്ങനെ ഒബ്ജക്റ്റീവ്സിനെ ഇത് ലൈക്ക് അഡ്രസ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റിസർച്ച് ഡിസൈനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ് പോകുന്നുണ്ട്. സോ അതുകൂടാതെ തന്നെ ഈ റിസർച്ച് ഡിസൈനിൽ തന്നെ ലൈക്ക് നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈവൻ റിസർച്ച് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അത്തരത്തില് റിസർച്ചേഴ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് വാട്ട് ദ സ്റ്റഡി ഈസ് അബൌട്ട്, എന്താണ് ലൈക്ക് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു എന്താ പറയാ, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എസെൻസ് നമുക്ക് നൽകുന്നുണ്ട്. സോ അതിൽ തന്നെ വാട്ട് ദ സ്റ്റഡി ഈസ് അബൌട്ട്, എന്തിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ഡേറ്റ ആർ നീഡഡ് ഫോർ ദ സ്റ്റഡി, ഏത് തരത്തിലുള്ള ഡേറ്റയാണ് നമുക്ക് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ ആവശ്യം. അതായത് ഇവൻ ചിലപ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആയിരിക്കണം, അതിൽ തന്നെ പ്രൈമറി ഡേറ്റയോ അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റയോ ആയിരിക്കണം നമുക്ക് ആവശ്യം ഉണ്ടാവുക. ചില ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ ആണെങ്കിൽ അതെന്താണ്? പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നതാണ്. സോ ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രൈമറി ഡേറ്റ ആയിരിക്കും നമ്മുടെ ഒരു സോ നമ്മള് ഡേറ്റയെ കുറിച്ച് പറഞ്ഞു, എത്തരത്തിലുള്ള ഡേറ്റയാണ് നമുക്ക് ആവശ്യം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ആൻഡ് അതുപോലെ തന്നെ വേർ ദ ഡേറ്റ ക്യാൻ ബി ഫൗണ്ട്, എവിടെ നിന്നാണ് നമുക്ക് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുക. ദെൻ വേർ ഓർ വാട്ട് ഏരിയ ദ സ്റ്റഡി വിൽ ബി ക്യാരിഡ് ഔട്ട്, അതായത് ലൊക്കേഷൻ ഏതാണ്, ആൻഡ് എത്ര സമയം എടുക്കും, ലൈക്ക് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാം എത്രത്തോളം സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര മന്ത്സ് എടുക്കും, എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ട് ബേസിസ് വിൽ ബി യൂസ്ഡ് ഫോർ ദ സെലക്ഷൻ ഓഫ് കേസസ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ടെക്നിക്സ് ഓഫ് ഗാദറിംഗ് ഡേറ്റ വിൽ ബി അഡോപ്റ്റഡ്, ഏത് തരത്തിൽ വാട്ട് ടെക്നിക്സ്, ഏത് തരത്തിലുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ഡേറ്റ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഹൗ വിൽ ദ ഡേറ്റ ബി അനലൈസ്ഡ്, എങ്ങനെയാണ് ഈ ഡേറ്റ അനലൈസ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ, ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ഈ മേജർ ഡിസിഷൻസ് ഒക്കെ നമ്മൾ റിസർച്ച് ഡിസൈനിൽ ഉൾപ്പെടുത്തും. ലൈക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So a research design guide the study, but it is not rigid or uniform for all the researchers studying a particular subject. It is likely that two people studying the same subject will be develop different research design. അതായത് നമ്മള് എന്താ പറയാ, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ലൈക്ക് അതെന്തായിരിക്കില്ല, ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു റിജിഡ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എന്താ പറയാ, ക്വാണ്ടിറ്റേറ്റീവോ ക്വാളിറ്റേറ്റീവോ, അത് ഒക്കെ എന്താണ് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ടോപ്പിക്കിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. സോ ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു റിജിഡ് ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ യൂണിഫോം അല്ല. യൂണിഫോം മീൻസ് എല്ലാവർക്കും സെയിം അല്ല. ബിക്കോസ് ഒരേ കാര്യം തന്നെ പഠിക്കുന്ന രണ്ടാൾക്കാർ ചിലപ്പോ രണ്ട് തരത്തിലുള്ള എന്താ പറയാ റിസർച്ച് ഡിസൈൻസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക. ചില ആൾക്കാർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ആള് ആ സെയിം സബ്ജക്ട് പഠിക്കാൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും യൂസ് ചെയ്യാം. സോ ഇതെന്തല്ല, യൂണിഫോം അല്ല, എല്ലാവർക്കും ഒരുപോലെ
അല്ല, അതുപോലെ തന്നെ റിജിഡ് അല്ല. റിജിഡ് അല്ല എന്ന് പറയുന്നത് എന്താണ്? ഇത് മാത്രമേ ഫോളോ ചെയ്യാവൂ എന്നുള്ള ഒരു പിടിവാശിയൊന്നുമില്ല. ഇത് അപ് ടു ദ റിസർച്ചറിന് വിട്ടുകൊടുക്കുകയാണ്. ടോപ്പിക്കിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെത്തേഡ്സ് ചൂസ് ചെയ്യണം. സോ സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ സ്റ്റഡി ചെയ്യുന്ന രണ്ടാൾക്കാർക്ക് ഡിഫറെന്റ് റിസർച്ച് ഡിസൈൻ ചൂസ് ചെയ്യുന്നതിൽ എന്തില്ല, യാതൊരുവിധ പ്രശ്നവുമില്ല. സോ ഇത്രയുമാണ് നമ്മൾ റിസർച്ച് ഡിസൈനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്കത് നോക്കാം. ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻ ആണ്. ലൈക്ക് നമ്മുടെ സ്റ്റഡി എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള നമ്മുടെ എന്താ പറയാ മേജർ ഡിസിഷൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏത് ഏരിയ ആണ് സ്റ്റഡി ചെയ്യേണ്ടത്, അതായത് ജിയോഗ്രഫിക്കൽ ഏരിയ ഏതാണ്, അതുപോലെ തന്നെ എന്ത് ഇഷ്യൂ ആണ് എന്നുള്ള കാര്യം നമ്മൾ അതിൽ മെൻഷൻ ചെയ്യും. പോപ്പുലേഷന്റെ സൈസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ നമ്മൾ എന്താ പറയുന്നത്, ബ്ലൂ പ്രിന്റ് ഓഫ് ദ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഓഫ് ദ റിസർച്ച്. അതുപോലെ തന്നെ കൂടാതെ പോസിബിൾ ആയിട്ടുള്ള റിസ്ക് എലമെന്റ്സ്, നമ്മൾ അപ്കമിങ് ലൈക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ നേരിട്ടേക്കാവുന്ന റിസ്ക് എലമെന്റ്സിനെ കൂടിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിസർച്ച് ഡിസൈനിൽ ഡിസ്കസ് ചെയ്യുകയും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് റിസർച്ച് ഡിസൈനിൽ എന്താ പറയാ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ കാണാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലൈക്ക് സ്റ്റഡി എന്തിനെ കുറിച്ചാണ് സ്റ്റഡി, ഏത് പോപ്പുലേഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അത് റിജിഡ് അല്ല, യൂണിഫോം ആയിട്ടുള്ള എല്ലാവരും സെയിം ആയിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ സബ്ജക്ട് പഠിക്കുന്ന, അതായത് ഒരേ സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻസ് യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ലൈക്ക് ഇറ്റ്സ് അപ് ടു ദെം, അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുമ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. A research design enables the social researcher to complete the scientific studies systematically. നമ്മളെ റിസർച്ച് സിസ്റ്റമാറ്റിക്കലി ലൈക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ റിസർച്ച് ഡിസൈന് സഹായിക്കുന്നുണ്ട്. നമ്മളെ ഈ ഒരു റിസർച്ച് ശരിയായ രീതിയിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് റൂൾസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു സയന്റിഫിക് സ്റ്റഡി സിസ്റ്റമാറ്റിക്കലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി റിസർച്ച് ഡിസൈന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദ നീഡ് ആൻഡ് നേച്ചർ ഓഫ് ദ സ്റ്റഡി, റിസർച്ചർ can work out appropriate research design. അപ്പൊ ഈ റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റഡി ബേസ്ഡ് ഓൺ അവർ സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയുടെ നേച്ചർ അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് ഡിസൈനും ചൂസ് ചെയ്യാം. ഈ റിസർച്ച് ഡിസൈൻ ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആവാം, എക്സ്പ്ലോറേറ്ററി ആവാം, എക്സ്പെരിമെന്റൽ ഓർ സർവേ, ഇവാലുവേറ്റീവ്, ഏത് തരത്തിലുള്ളതും ആവാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, പാർട്ട് 1 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ എ റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് us in following ways. അതെന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് the researcher to arrange and review their ideas. ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്, റിസർച്ചറിന്റെ ഐഡിയാസിനെ ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്യാനും അതിനെ റിവ്യൂ ചെയ്യാനും വെരിഫൈ ചെയ്യാനും, ലൈക്ക് ഫ്യൂച്ചറിൽ വെരിഫൈ ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, റിസർച്ച് ഡിസൈന് സഹായിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഡു ആൻഡ് ഡോൺസ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഡിസൈനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ റിസർച്ച് ഡിസൈന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് എൻ ഐഡിയ ഓഫ് ദ കണ്ടന്റ് റിക്വയർഡ് ഇൻ ഇനീഷ്യൽ ഫേസ്. അതായത് നമുക്ക് ഒരു നമ്മളെ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് വേണ്ട ഐഡിയാസ് തരാനൊക്കെ ഈ ഒരു
റിസർച്ച് ഡിസൈന് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് സെർവ് ആസ് എ ഡോക്യുമെന്റ് ഫോർ ഇന്റലക്ച്വൽസ്. സോ ഇതെന്താണ്, ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇന്റലക്ച്വൽസ് ടു കമന്റ് ആൻഡ് കോൺട്രിബ്യൂട്ട്. ഇറ്റ് സെർവ് ആസ് എ ഡോക്യുമെന്റ് ഫോർ ഇന്റലക്ച്വൽ ടു കമന്റ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ്. ഇന്റലക്ച്വലിന് കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടും ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് റിസർച്ച് ഡിസൈൻ ലൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതികൾ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിന്റെ എലമെന്റ്സ് ആണ് ഇത്. 7 മേജർ ദ എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 7. 7 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. അതായത് നമ്മൾ ഏത് പ്രോബ്ലം അല്ലെങ്കിൽ ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണോ എടുത്തിട്ടുള്ളത്, എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കൂടാതെ അത് വ്യക്തമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുകയും വേണം. സോ ദ ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇൻ റിസർച്ച് ഇസ് ഐഡന്റിഫൈങ് ഓർ സെലക്ടിങ് എ ടോപ്പിക് ഫോർ ദ സ്റ്റഡി ആൻഡ് ദ ടോപ്പിക് ഷുഡ് ബി റിസർച്ചബിൾ വൺ. അതായത് ആ ടോപ്പിക്കിൽ എന്ത് ചെയ്യണം, നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം. വിച്ച് മീൻസ് ദ ടോപ്പിക് ഷുഡ് ബി ഫെമിലിയർ ഫോർ റിസർച്ച് ബൈ ദ റിസർച്ചർ. അതായത് റിസർച്ചറിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം. അതാണ് റിസർച്ചബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒട്ടും അറിയാത്തൊരു ടോപ്പിക് പോയിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് സോഷ്യോളജി ഓഫേഴ്സ് scope of wide range of research topic, but researcher should choose the topic carefully, taking into account these limitations. The research topic should be clearly defined, and the researcher need to state the research problem clearly and provide social context in which it occurs the relevance. This context could be historical, social, political, economic. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്തായിരിക്കണം, ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കണം. അത് റിസർച്ചബിൾ ആയിരിക്കണം. അതായത് ആ ഒരു റിസർച്ചറിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം. കൂടാതെ ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള പ്രോബ്ലം ആയിരിക്കണം. ആൻഡ് അത് ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ആകാം, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ളതോ രാഷ്ട്രീയപരമായിട്ടുള്ളതോ സാമ്പത്തികപരമായിട്ടുള്ളതോ ഇവയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ആവാം. ചിലപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻസ് ആവാം. അപ്പോ ഇതൊന്നും ഒരു വിഷയമല്ല. ലൈക്ക് ഹിസ്റ്റോറിക്കലോ സോഷ്യലോ പൊളിറ്റിക്കലോ എക്കണോമിക്കലോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ ആ പ്രോബ്ലം നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, ഡിഫൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്തിരിക്കണം. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ? ലൈക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ടോപ്പിക് ആണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചേഴ്സുമായിട്ട് നമുക്ക് കുറച്ച് ബന്ധം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് നമ്മൾ വായിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. എൻ്റെ പ്രോസസ്സിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, റിസർച്ച് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ ഫസ്റ്റ് ടു എൻഡ് വരെ ഉണ്ടാവുന്ന ഒന്നാണ് ഈ ലിറ്ററേച്ചർ റിവ്യൂ ഓർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇത് ഇനീഷ്യൽ സ്റ്റെപ്പിൽ തുടങ്ങി അവസാനിക്കുന്ന ഒരു സ്റ്റേജ് അല്ല, എൻഡ് വരെ ഉണ്ടാവുന്നതാണ്. വൺസ് research topic is chosen, it is important to know the studies is done by other researcher in the past in the same topic. അതായത് നമ്മൾ റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെയിം ടോപ്പിക് തന്നെ മറ്റേതെങ്കിലും റിസർച്ചർ
റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആൻഡ് ദിസ് ഫെമിലറൈസേഷൻ വിൽ ബി ഹെൽപ് ദ റിസർച്ചേഴ്സ് ടു ഗ്യാദർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ സബ്ജക്ട് ആസ് വെൽ ആസ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റഡി. അപ്പൊ നമ്മൾ ആ ഒരു സബ്ജക്റ്റുമായിട്ട് കൂടുതലായിട്ട് ഫെമിലിയർ ആവുകയാണ് ചെയ്യുന്നത് റീഡ് ചെയ്യുന്നതിലൂടെ. അത് കൂടുതൽ ഇൻഫർമേഷൻ, ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ നോളജ് നമുക്ക് തരികയും അതിൽ മറ്റാൾക്കാർ എന്തൊക്കെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ആൻഡ് റിവ്യൂയിങ് റിലവന്റ് ലിറ്ററേച്ചർ മേ ഹെൽപ് ദ റിസർച്ചർ ടു ഫോർമുലേറ്റ് ഹിസ് ഒബ്ജക്റ്റീവ്സ്. കൂടാതെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യാനും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 3-2 ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു റിസർച്ചിൽ ഫോക്കസ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകൂടി ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു, ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വിൽ ഓൾസോ throw open more and fresh ideas, facilitating better research. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ഐഡിയാസ്, അതായത് പുതിയ റീഡിങ്സ് ഉണ്ടാവുമ്പോൾ ഓൾറെഡി നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരും. ഇത് നമ്മളെ റിസർച്ച് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗൈഡിനെ പോലെ ഇത് പ്രവർത്തിക്കുന്നു. നമ്മളെ ഗൈഡ് ചെയ്യും ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നമ്മുടെ സ്റ്റഡിയിൽ നമ്മളെ ഗൈഡ് ചെയ്യും. എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സോ അതിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് ടൂൾസ്, ഏതൊക്കെ ടൂൾസ് സെലക്ട് ചെയ്യാം റിസർച്ചിന് വേണ്ടി, നമുക്ക് ഏതൊക്കെ ടൂൾസ് ആണ് സെലക്ട് ചെയ്യുക, അല്ലെ ടെക്നിക്സ് ആൻഡ് തിയറീസ് ടു ബി യൂസ്ഡ്, എന്തൊക്കെ ടൂൾസ് സെലക്ട് ചെയ്യാം എന്നുള്ളതിലും ഏതൊക്കെ ടെക്നിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ തിയറീസ് നമ്മളിപ്പോ ഈ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിൽ യൂസ് ചെയ്യാം എന്നതിലൊക്കെ നമ്മൾ ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂ ഗൈഡ് ചെയ്യും. ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് എ കോൺസ്റ്റന്റ് പ്രോസസ് ത്രൂ ഔട്ട് ദ റിസർച്ച് ആൻഡ് നോട്ട് ദ നെസസറിലി എ സിംഗിൾ സ്റ്റെപ്പ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ എ ഇനീഷ്യൽ സ്റ്റേജ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രോസസ് അല്ല, ഇത് എൻറ്റയർ ആയിട്ടുള്ള നമ്മുടെ റിസർച്ച് പ്രോസസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇത് എൻഡ് ആവുക എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മൾ റിസർച്ച് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ആണ് ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ അവസാനം എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു കുറച്ചു കാലം ചെയ്ത് നിർത്തുന്ന ഒരു സാധനമല്ല ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ദ പേർപ്പസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് ടു ഐഡന്റിഫൈ ദ ഗ്യാപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലിറ്ററേച്ചർ ഗ്യാപ്സ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡിയിലുള്ള ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസ് ഇൻ എക്സിസ്റ്റിംഗ് ബോഡി ഓഫ് നോളജ്. ആൻഡ് ദീസ് ഗ്യാപ്സ് ഓർ ഡെഫിഷ്യൻസീസ് കുഡ് ബി ഫിൽഡ് അപ്പ് ഇൻ ദ സ്റ്റഡി ഓഫ് റിസർച്ചർ. ഈ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഈ പോരായ്മകൾ നമ്മുടെ സ്റ്റഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നികത്താൻ പറ്റും. ഇതൊക്കെയാണ് ലിറ്ററേച്ചർ റിവ്യൂയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വേരിയബിൾസ് ആണ്. ദ ടാസ്ക് ബിഫോർ ദ റിസർച്ച് സ്റ്റേജസ് ടു ഫോർമുലേറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളെ ടോപ്പിക്കിൽ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യാണ് എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. സോ ബേസിക്കലി ഈ ഒബ്ജക്റ്റീവ്സ് നമ്മളെ എന്തിനാ സഹായിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റിസർച്ചിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റഡിയെ ഗൈഡ് ചെയ്യാൻ ഈ ഒബ്ജക്റ്റീവ്സ് നമ്മളെ എന്ത് ചെയ്യും, സഹായിക്കും. ബേസിക്കലി ഒബ്ജക്റ്റീവ് ഗൈഡ് അസ് ഇൻ ദ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയെ ഗൈഡ് ചെയ്യാൻ ഈ ഒബ്ജക്റ്റീവ്സ് സഹായിക്കുന്നു. വൺസ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് വേരിയബിൾസ് അഥവാ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ സ്റ്റഡി. ഈ സ്റ്റഡിയുടെ വേരിയബിൾസ് എന്താണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ വിമൻ എംപവർമെന്റ്, ഒരു കമ്മ്യൂണിറ്റിയിലെ വിമൻ എംപവർമെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. സോ ഈ ഒരു സ്റ്റഡിയിലുള്ള വേരിയബിൾസ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷനും ഇൻകവും നമുക്ക് എന്തായിട്ട് എടുക്കാം, ഈ ഒരു സ്റ്റഡിയുടെ വേരിയബിൾ ആയിട്ട് എടുക്കാം. ഈ എഡ്യൂക്കേഷനും ഇൻകവും വിമൻ എത്രത്തോളം എംപവർ ചെയ്യുന്നുണ്ട്, അതായത് ഈ രണ്ട് വേരിയബിൾസ് വെച്ചുകൊണ്ട് എത്രത്തോളം വിമൻ
എംപവേർഡ് ആവുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റഡി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് വൺ is studying empowerment of women in a community, the variable of the study could be education and income. എഡ്യൂക്കേഷനും ഇൻകവും മാത്രമല്ല, വേറെ പല കാര്യങ്ങളും നമുക്ക് വേരിയബിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഏജ് നമുക്കൊരു വേരിയബിൾ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ എന്താണ് എടുക്കാൻ പറ്റുക വേരിയബിൾ ആയിട്ട്? സെക്സ്, ലൈക്ക് ഇപ്പൊ സ്ത്രീകളെ കുറിച്ചാണ് പഠിക്കുന്നത്, അപ്പൊ ഓക്കെ. പിന്നെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, ഏജ് എന്താണ്, ഇൻകം, അവർക്ക് ജോലി ഉണ്ടോ, ഒക്യുപ്പേഷൻ ഉണ്ടോ എന്നുള്ളത്, ഇവിടെയും നമുക്ക് ഒക്യുപ്പേഷൻ എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ ആയിട്ട് എടുക്കാം. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷം ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യും. ഒബ്ജക്റ്റീവ്സ് വൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേരിയബിൾസ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഫ്രെയിംഡ് ബൈ ദ റിസർച്ചർ ബേസ്ഡ് ഓൺ ഹിസ് അസംഷൻ ഓഫ് പോസിബിൾ ലിങ്ക് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വേരിയബിൾസ് തമ്മിലുള്ള ലൈക്ക് ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രെയിംഡ് ബൈ റിസർച്ചർ and it shows the relationship between these two variables. ആ രണ്ട് വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് കാണിക്കുന്നത്. സോ ഈ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡിയുടെ അവസാനമാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്ത് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഈ ഒരു കുട്ടികള് പഠനത്തിൽ പിന്നോട്ടാവുന്നത് ഫോണിന്റെ അമിതമായ ഉപയോഗം കൊണ്ടാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമ്മള് ഈ ഒരു ഹൈപ്പോത്തസിസ് ലൈക്ക് സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ശരിയാണോ, ലൈക്ക് റിസൾട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, ഫോണിന്റെ ഉപയോഗം തന്നെയാണോ കാരണം എന്നത് ഓക്കെ ആണെങ്കിൽ, അതായത് ഇത് തന്നെയാണ് റീസൺ എന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഹൈപ്പോത്തസിസിനെ ശരിയായിട്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഈവൻ അത് ശരിയല്ലെങ്കിൽ, ലൈക്ക് അത് മാത്രമല്ല കാരണം, ഫോൺ അഡിക്ഷൻ മാത്രമല്ല കുട്ടികൾ പുറകോട്ടാവാൻ കാരണം എന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും. സോ ഹൈപ്പോത്തസിസ് എന്താണ്, ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള പോസിബിലിറ്റീസിനെ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ജനറേറ്റഡ് സൂൺ ആഫ്റ്റർ റിവ്യൂയിങ് ലിറ്ററേച്ചർ ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ചെയ്തതിന് ശേഷം, അതായത് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പോത്തസിസ് ലൈക്ക് ഫോർമുലേറ്റ് ചെയ്യുക. ഹൈപ്പോത്തസിസ് എന്താന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യുക. ഈ ഹൈപ്പോത്തസിസ് റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. നമ്മുടെ ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓഫ് റിസർച്ചർ. റിസർച്ചറിന്റെ ഒബ്സർവേഷനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഉണ്ടാവുക. എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ആൻഡ് ഡേറ്റ. ഈ ഒരു എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറും അതുപോലെ തന്നെ അദ്ദേഹം കളക്ട് ചെയ്ത ഡേറ്റാസിനെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും റിസർച്ചർ എന്ത് ചെയ്യുക, ഈ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സോഴ്സ് ഓഫ് ഡേറ്റ. സോ ഡേറ്റ രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. എന്താണ് പ്രൈമറി ഡേറ്റ? നമ്മൾ ഫീൽഡിൽ പോയിട്ട് കളക്ട് ചെയ്യുന്ന ഫ്രഷ് ഡാറ്റയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഈ ബുക്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അല്ലെ ആർട്ടിക്കിൾസിൽ നിന്നും അതുപോലെ തന്നെ പ്രീവിയസ് റിസർച്ച് വർക്ക്സ്, ജേർണൽസ്, ഇതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഡേറ്റാസിനെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ ആർ റെലവന്റ് ഫാക്ട്സ്, ഫിഗേഴ്സ്, ഇൻഫർമേഷൻ, ഇവന്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് that serve as basis of the study. നമ്മുടെ സ്റ്റഡിക്ക് ഒരു എന്താ പറയാ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിഗേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങള്, ഇതൊക്കെ എന്താണ് ഡേറ്റാസിൽ പെടുന്നതാണ്. നമ്മുടെ സ്റ്റഡിക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ട്സും ഫിഗേഴ്സും ഇൻഫർമേഷൻസും ഒക്കെ എന്താണ്, ഡേറ്റാസ് ആണെന്ന് നമുക്ക് പറയാം. ഡേറ്റ കുഡ് ബി റിലേറ്റ് വിത്ത് ദ പാസ്റ്റ് ഓർ വിത്ത് ദ പ്രസന്റ്, ആൻഡ് ദ ഡേറ്റ കുഡ് ബി ബേസ്ഡ് ഓൺ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ ആവാം, സെക്കൻഡറി ഡേറ്റ ആവാം. സോ ഈ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് വാട്ട് ദ റിസർച്ചർ ഗ്യാദർ ഫ്രഷ് ഫ്രം ദ ഫീൽഡ്, അതായത് ഫീൽഡിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ്. ഓൺ ദ അതർ ഹാൻഡ് സെക്കൻഡറി ഡാറ്റ എന്താണ്, ഒബ്റ്റൈനഡ് ഫ്രം ബുക്സ്
then journals, previous research work, government documents, report records, visual and audio tabs, അങ്ങനെ അത്തരത്തില് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് എന്ത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ ഇസ് വാട്ട് ദേ ടെൽ us either through words or through action. നമ്മുടെ ആക്ഷനിലൂടെയോ അല്ലെങ്കിൽ വേർഡ്സിലൂടെയോ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത്. അത് ചിലപ്പോ എന്തായിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഫിഗേഴ്സ് ആയിരിക്കാം, ഇൻഫർമേഷൻസ് ആയിരിക്കാം, ചില ഇവന്റ്സ് നമുക്ക് ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവന്റ്സിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഡേറ്റ ലഭിക്കും. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്ന അവരുടെ കൾച്ചർ, പ്രാക്ടീസസ്, ബിലീവ്സ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി. വൺസ് ദ കോണ്ടെക്സ്റ്റ് ഈസ് ഡിറ്റർമിൻഡ്, the next step is to identify the location. അതായത് നമ്മള് എന്താ പറയാ, ഈ കോണ്ടെക്സ്റ്റും സ്റ്റഡി എന്താണ് ടോപ്പിക്, ഈ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലൊക്കേഷൻ, നമ്മൾ എവിടെയാണ് ഈ സ്റ്റഡി ക്യാരിഡ് ഔട്ട് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തേണ്ടതാണ് എന്ത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുക, area of the study കണ്ടെത്തുക. So it means that the geographical area or place is which the study will be carried out. Within a particular geographical area, the researcher identifies the population or community he or she would study. So ഒരു particular geographical area ആണ്. ഈ ഏരിയയിൽ എന്താണ് റിസർച്ചർ എന്ത് ചെയ്യുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ റിസർച്ചറിന് പഠിക്കേണ്ട പോപ്പുലേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. സോ ഇതിനെയാണ് യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള റിസർച്ചറിന് പഠിക്കേണ്ട കമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ പോപ്പുലേഷനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി സോഷ്യൽ ഗ്രൂപ്പ് among which the study carried out. ഇത് ചിലപ്പോൾ എന്താവാം, ചില സോഷ്യൽ ഗ്രൂപ്പ്സ് ആവാം, ചിലപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നായർ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ പലതരത്തിലുള്ള കാസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീസ് ആവാം. ഇത് കൂടാതെ പിന്നെ നമ്മുടെ എത്രത്തോളം റിസോഴ്സസ് അവിടെ അവൈലബിൾ ആയിരിക്കും, നമ്മൾ എത്ര ടൈം എടുക്കും, അതുപോലെ തന്നെ റിസർച്ചർ കുഡ് ബി റിക്വയർഡ് ടു സെലക്ട് ഫ്യൂ ലൈക്ക് റിസർച്ചർ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ഒരു വലിയൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യണം. എന്നിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യണം, ഡേറ്റ കളക്ട് ചെയ്യണം. ഈ ഒരു കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ആണ്. വലിയൊരു പോപ്പുലേഷനിൽ നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരിൽ നിന്നും എന്ത് ചെയ്യും, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്യും. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സാമ്പിൾ ഓൺലി ഫ്യൂ എമംഗ് ദ ലാർജ് നമ്പേഴ്സ്. അതായത് ഞാൻ പറഞ്ഞത് സാമ്പിൾ, ലൈക്ക് റിസർച്ചർ ആദ്യം നമ്മൾ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. നമുക്ക് എടുക്കേണ്ട എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളത് നോക്കും, അതുപോലെ തന്നെ റിസോഴ്സസ് എത്രത്തോളം അവൈലബിൾ ആണെന്ന് നോക്കും. അതിനുശേഷം റിസർച്ചർ എന്ത് ചെയ്യും, അവിടെയുള്ള കുറച്ച് ആളുകളെ മാത്രം സെലക്ട് ചെയ്യും. ആ ഒരു ലാർജ് പോപ്പുലേഷനിൽ നമുക്ക് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ചെറിയൊരു പോപ്പുലേഷനെ സാമ്പിളിനെ മാത്രം എടുക്കും, എന്നിട്ട് അവരിൽ നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്യും. സോ ഈ ഒരു ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ സാമ്പിള് ആ ഒരു ലാർജർ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ യൂണിവേഴ്സ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ റിസർച്ചർ ലൈക്ക് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസർച്ചർ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷന്റെ ടെക്നിക്സ് ആണ്. ഏത് തരത്തിലുള്ള ഡേറ്റ യാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് വേണോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേണോ എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, തീരുമാനിക്കും. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ പ്രിപ്പയറിംഗ് എ റിസർച്ച് ഡിസൈൻ ഈസ് ദ കളക്ഷൻ ഓഫ് ഡേറ്റ.
and the collection of data through field work can be making use of many techniques. അപ്പോൾ നമ്മളിപ്പോ ഫീൽഡ് വർക്ക് ആണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. സോ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ടെക്നിക്സ്, ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒബ്സർവ് ചെയ്യാം ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യാം. അതെന്താണ്? അതൊരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആൾക്കാരോട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതൊരു മറ്റൊരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ കേസസിനെ എടുത്ത് പഠിക്കാം. ചിലപ്പോൾ കേസസ് ക്യാൻ ബി ആൻ ഇവന്റ് ഓർ ഇൻഡിവിജ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇവന്റ് ആയിരിക്കാം. അങ്ങനെയും പഠിക്കാം. സോ ഫീൽഡ് വർക്കിൽ പലതരത്തിലുള്ള രീതിയിലുള്ള ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിലുള്ള ചില ടെക്നിക്സ് ആണ് ഈ ഒബ്സർവേഷനും ഇന്റർവ്യൂവും കേസ് സ്റ്റഡീസും ഒക്കെ. ആൻഡ് ഡാറ്റ കളക്ഷൻ ത്രൂ സർവേ ഈസ് യൂഷ്വലി ഡൺ ബൈ യൂസിങ് ക്വസ്റ്റനേഴ്സ്. സർവേ ആണ് നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്വസ്റ്റനെയർ ആയിരിക്കും. സോ ഈ ക്വസ്റ്റനെയേഴ്സ് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ എന്ത് ചെയ്യും? കൊടുക്കും. എന്നിട്ട് അവരോട് എന്ത് ചെയ്യും? അത് ആ ക്വസ്റ്റനെയർ ഫിൽ ചെയ്ത് തരാൻ പറയും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ സർവേ എന്ത് ചെയ്യാറ്? കണ്ടക്ട് ചെയ്യാറ്. ഡേറ്റ കളക്ടഡ് ബൈ ദ സോഷ്യോളജിസ്റ്റ് കുഡ് ബി ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ. സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു റിസർച്ചർ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്തായിരിക്കാം? ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമ്പർ ബേസ്ഡ് ആണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ ഈസ് ന്യൂമറിക്, നമ്പർ ബേസ്ഡ് ആണ്. ദിസ് കൈൻഡ് ഓഫ് ഡാറ്റ ഈസ് കളക്ടഡ് ത്രൂ സെൻസസ് മെത്തേഡ്സ്. നമ്മൾ ഈ സർവേ ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും എന്താണ്? സർവേ, സെൻസസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള ഡേറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് ഡൺ ത്രൂ ഒബ്സർവേഷൻ, ഇന്റർവ്യൂസ്, കേസ് സ്റ്റഡി മെത്തേഡ്സ് എക്സെട്ര. ഒബ്സർവേഷനും ഇന്റർവ്യൂവും കേസ് സ്റ്റഡിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ നമ്മൾ carry out ചെയ്യുന്നത്. ആൻഡ് സം ക്വസ്റ്റ്യൻസ് ഇൻ ഈ ക്വസ്റ്റനെയർ കുഡ് ബി ഫ്രെയിംഡ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ചിലപ്പോ നമ്മൾ ഈ ക്വസ്റ്റനെയറിൽ എന്താ പറയാ, യെസ് ഓർ നോ ക്വസ്റ്റിന് പകരം അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് പകരം ക്വാളിറ്റേറ്റീവ് ആയിട്ട് ആൻസർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റിസർച്ച് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക് കുഡ് ബി ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. നമ്മളിപ്പോ ഒരു ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോ ഫിഷർമാന്റെ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും എന്ത് ചെയ്യാം? ഡേറ്റാസ് കളക്ട് ചെയ്യാം. അതുപോലെ ക്വാളിറ്റേറ്റീവ് ആയിട്ടും ഡേറ്റാസ് കളക്ട് ചെയ്യാം. A researcher can use one or more techniques of research depending on the objectives and scope of the study. ഈ റിസർച്ചറിന് എന്ത് ചെയ്യാം? ടെക്നിക്സ്, ഒന്നോ അതിലധികമോ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഒബ്സർവേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. ചിലപ്പോൾ ഇന്റർവ്യൂ യൂസ് ചെയ്യാം, സർവേ യൂസ് ചെയ്യാം. ഇത്തരത്തില് രണ്ടോ അതിലധികമോ ടെക്നിക്സ് ഈ ഒരു റിസർച്ചറിന് ആ റിസർച്ചിൽ യൂസ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. ആൻഡ് അത്രയും സ്കോപ്പ് ഉണ്ടെങ്കിൽ ആ സ്റ്റഡിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അത്തരം എന്താ പറയാ, ഒന്നിൽ കൂടുതൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിൽ യാതൊരു വിഷയവും ഇല്ല. ഇഫ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് ടൈം അവൈലബിൾ ഫോർ ദ സ്റ്റഡി. ഇത് രണ്ടും, ടൈമും ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഒന്നിലധികം ടെക്നിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റ്. ഇതാണ് നമ്മുടെ ഈ ഒരു എലമെന്റ്സിലുള്ള അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അനാലിസിസ് is the collection of data is a crucial step of the research. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയുടെ വിശകലനം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഈ ഒരു നമ്മൾ കളക്ട് ചെയ്ത ഒരു റോ ഡേറ്റയെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് നമ്പേഴ്സോ സ്റ്റേറ്റ്മെന്റ്സോ ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുകയാണ്. വിച്ച് ഇസ് നമ്മൾ ആദ്യം കളക്ട് ചെയ്ത ഡേറ്റ ഉണ്ടല്ലോ, ഈ റിസർച്ച് പ്രോസസ്സിന്റെ സമയത്ത് ഈ ഒരു റോ ഡേറ്റ, അത് ചിലപ്പോ ചില സ്റ്റേറ്റ്മെന്റ്സ് ആവാം ആളുകൾ പറഞ്ഞ, അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ സർവേ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കളക്ട് ചെയ്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് ആവാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മീനിങ് ഫുൾ സെന്റൻസോ അല്ലെങ്കിൽ ഇൻഫറൻസസോ ആയിട്ട് എന്ത് ചെയ്യുന്നു?
കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റാസ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നീഡ് ടു ബി കോഡഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, അതായത് ഈ നമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, need to be coded and tabulated based on the objectives and structured in a linear order and then examined. നമ്മൾ പലപ്പോഴും കളക്ട് ചെയ്ത ഡേറ്റാസിനെ ഒരു ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡയഗ്രാംസും ഗ്രാഫുകളായിട്ടൊക്കെ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ എക്സാമിൻ ചെയ്യും. And the examination of the data would be reveal the information with which we can test our hypothesis. So ഈ ഒരു എക്സാമിനേഷൻ, ഡേറ്റ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റിംഗിലൂടെ ആ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യണോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ആസ് എ റിസൾട്ട്, റിസർച്ചർ മേ വെരിഫൈ ദ റിലവൻസ് ഓഫ് ദ ഫൈൻഡിങ്സ് വിത്ത് എക്സിസ്റ്റിംഗ് സ്റ്റഡി. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റിസർച്ചർ നമ്മുടെ ഫൈൻഡിങ്സിന്റെ റിലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റഡീസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ആൻഡ് ദിസ് ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ അനലൈസ് ദ ഡാറ്റ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാസ് കോഡ് ചെയ്യാനും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്ററിന് സാധിക്കുന്നതാണ്. സോ അതിന് യൂസ് ചെയ്യുന്ന ലൈക്ക് ഒരു ആപ്പ് അല്ലെങ്കിൽ ഒന്നാണ് SPSS, Statistical Package for Social Science. And the data thus entered is then counted for the drawing up tables to make inferences. Like ഈ ഒരു ഡേറ്റ നമ്മൾ കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് പലതരത്തിലുള്ള ചാർട്ട്സും അതുപോലെ തന്നെ ടേബിൾസും ഡയഗ്രാംസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അതിലൂടെ റിസൾട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫൈൻഡിങ്സ് എന്ത് ചെയ്യുന്നു, ലൈക്ക് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ കോഡിംഗ്, എഡിറ്റിംഗ് ആൻഡ് ടാബുലേഷൻ ദ റിസർച്ചർ ക്യാൻ മേക്ക് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ. നമുക്ക് ഇതിനു വേണ്ടി എന്ത് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടേഴ്സോ അല്ലെ പലതരത്തിലുള്ള ആപ്സും ടെക്നോളജീസും ഒക്കെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എഡിറ്റിംഗിനും കോഡിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു പ്രീ കമ്പ്യൂട്ടർ എറ, ആ ഒരു കാലഘട്ടത്തിൽ റിസർച്ചർ എന്തായിരുന്നു ചെയ്തിരുന്നത്, യൂസ് എ ചാർട്ട് ഫോർ കോഡിംഗ് ആൻഡ് ടാബുലേഷൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റ ചിലപ്പോൾ നമ്പേഴ്സിന്റെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഡേറ്റ നമ്മൾ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത്തരത്തിൽ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഡേറ്റയുടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ കാരണമാവും. ദ ടേബിൾ ഡ്രിവൺ ഡേറ്റ ഹെൽപ്സ് ഇൻ ഡ്രോയിങ്, ലൈക്ക് നമ്മൾ ഈ ഒരു ഡേറ്റ ഉണ്ടല്ലോ, കളക്ട് ചെയ്ത ഡേറ്റ നമുക്ക് പലപ്പോഴായിട്ടും ഫ്ലോ ചാർട്ടിലൂടെ, പൈ ചാർട്ട്, ബാർ ഡയഗ്രാം, ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മള് പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് ആൾക്കാർക്ക് ഒന്നുകൂടി എന്താണ് മനസ്സിലാവും. ലൈക്ക് നമ്മള് ഒന്നുകൂടി ഈ ഒരു ഫീൽഡിൽ നിന്നല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഫ്ലോ ചാർട്ടിലും പൈ ചാർട്ടിലും ഒക്കെ നമ്മൾ ഈ ഡയഗ്രാംസ് പ്രസന്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാകാൻ സാധിക്കും. ആൻഡ് ഡാറ്റ ഒബ്റ്റെയിൻഡ് ത്രൂ ദ ടെക്നിക്സ് ഓഫ് മെയിൻലി ഒബ്സർവേഷൻ ഇന്റർവ്യൂ നീഡഡ് ടു ബി അനലൈസ്ഡ് ഇൻ എ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്പേഴ്സിന്റെ കാര്യങ്ങളാണ്. സോ അല്ലാതെ നമ്മൾ ഇന്റർവ്യൂയിലൂടെയും അതുപോലെ തന്നെ ഒബ്സർവേഷനിലൂടെയൊക്കെ കളക്ട് ചെയ്യുന്ന ഡേറ്റ തിയററ്റിക്കൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രെയിംവർക്സിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തിയറി ബേസിസിലാണ് ഇത്തരത്തിലുള്ള ഡേറ്റാസ് അനലൈസ് ചെയ്യേണ്ടത്. അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ജെൻഡറിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റഡിയെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നും അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫ്രെയിംവർക്കിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇൻ മെനി studies, the researcher only rely on the qualitative data, and in that case only theoretical framework is used for the analysis. Finding could be presented as research report, a book or റിസർച്ച് ആർട്ടിക്കിൾ. നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്, എന്താണ് ഫൈൻഡിങ്സ് എന്നുള്ളത്, നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് ഒരു റിസർച്ച് റിപ്പോർട്ടായിട്ടോ
ഒരു ബുക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ പഠിക്കാനുള്ളത്. അത് ഒന്നുകൂടി നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം. നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളത് ക്ലിയർലി നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുക. അതെന്തായിരിക്കണം, റിസർച്ചറിന് ഫെമിലിയർ ആയിരിക്കണം, റിസർച്ചബിൾ ആയിരിക്കണം. സോ റിസർച്ചറിന് ഫെമിലിയർ ആയിരിക്കണം. ആൻഡ് കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ലൈക്ക് ഹിസ്റ്റോറിക്കൽ ആണോ, പൊളിറ്റിക്കൽ ആണോ, എക്കണോമിക്കൽ ആണോ, ഇത്തരത്തിൽ ഏത് പ്രോബ്ലംസും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോമ്പിനേഷനും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക, അതിലൂടെ റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ ഒന്നുകൂടി എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ലൈക്ക് ഷാർപ്പൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന ഏരിയയെ ഒന്നുകൂടി നമുക്ക് ഫെമിലിയർ ആവാൻ സഹായിക്കുന്നു. അതിൽ തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇതൊരു ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു പ്രോസസ് അല്ല, എൻറ്റയർ സ്റ്റേജിൽ എന്തുണ്ടാവും, ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ലൈക്ക് ഇത് നമുക്കൊരു ഗൈഡ് ഫോർ അവർ സ്റ്റഡി. ഇറ്റ് സെർവ് ആസ് എ ഗൈഡ് ഫോർ അവർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡി എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യാണ് ആക്ച്വലി ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വേരിയബിൾസ് ആണ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് ശേഷം ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം വേരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ളതും കണ്ടുപിടിക്കുക. വേരിയബിൾസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇൻകം, വേജ്, സെക്സ്, ഇതൊക്കെ എന്താണ്, വേരിയബിൾസ് ആയിട്ട് കണക്കാക്കാം. ദെൻ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വിച്ച് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, ടു ഓർ മോർ വേരിയബിൾസ്. ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സോഴ്സ് ഓഫ് ഡാറ്റയാണ്. ഡേറ്റ ഏതൊക്കെ തരത്തിലാവാം, ഫിഗേഴ്സ് ആവാം, ഇൻഫർമേഷൻ ആവാം, ഇവന്റ്സ് ആവാം, ഫാക്ട്സ് ആവാം. ദെൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് പറഞ്ഞു. പ്രൈമറി നമ്മൾ ഫീൽഡിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നത്, സെക്കൻഡറി ബുക്സിൽ നിന്നും മറ്റും നമുക്ക് ലഭിക്കുന്ന ഡേറ്റയാണ്. ആൻഡ് അതിനുശേഷം യൂണിവേഴ്സ് ഓഫ് ദ സ്റ്റഡി പറഞ്ഞു. യൂണിവേഴ്സ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത് റിസർച്ചർ ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ ആണോ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനെയാണ് യൂണിവേഴ്സ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നമ്മൾ ഒരു പോപ്പുലേഷനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും വളരെ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവരിൽ നിന്നും ഇൻഫർമേഷന് എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. സോ ഈ ഒരു ചെറിയ യൂണിറ്റിനെ നമ്മൾ സാമ്പിൾ എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. നമ്മൾ ഡേറ്റ കളക്ഷന് വേണ്ടി പലതരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ളതാണ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, questionnaire, and it can be quantitative or qualitative. Quantitative എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ന്യൂമറിക്. ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ഫോമിലുള്ളതാണ്. ആൻഡ് നമുക്ക് റിസർച്ചിൽ വേണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഒരുമിച്ച് യൂസ് ചെയ്യാം. അതല്ല, ടെക്നിക്സ്, ഈ ഒബ്സർവേഷനും ഇന്റർവ്യൂ ഒക്കെ ഒന്നിൽ കൂടുതൽ ടെക്നിക്സും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം. നമുക്ക് അത്രയും ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ, അത്രയും ടൈം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഈ ഒരു റോ ഡേറ്റ ഉണ്ടല്ലോ, നമ്മൾ കളക്ട് ചെയ്ത നമ്പേഴ്സും സ്റ്റേറ്റ്മെന്റ്സും, ഇതിനെയൊക്കെ മീനിങ് ഫുൾ ഇൻഫറൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നീഡ് ടു ബി കോഡഡ്, ടേബുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്ട്. ദെൻ നമ്മൾ ഈ ഒരു ഡേറ്റ എക്സാമിൻ ചെയ്യുന്നു. അതിലൂടെ ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിനു വേണ്ടി നമ്മൾ പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് SPSS എന്ന് അറിയപ്പെടുന്നു. അതിലൊന്നാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ ഈ കോഡിങ്ങും ടാബുലേഷനും ഒക്കെ ഈ ഒരു മോഡേൺ എറയിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ടെക്നോളജീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരുന്നു. അതിനു മുന്നേ പലപ്പോഴും യൂസ്ഡ് ചാർട്ട് ഫോർ കോഡിംഗ് ആൻഡ് ടാബുലേഷൻ. ദെൻ ഈ നമ്പേഴ്സ് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡേറ്റാസ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാണ്ട്
പെർസെന്റേജ് അല്ലാണ്ട് നമ്മൾ ചിലപ്പോൾ ഫ്ലോ ചാർട്ടിലോ പൈ ചാർട്ടിലോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അത് ആളുകൾക്ക് പെട്ടെന്ന് ഒന്നുകൂടി മനസ്സിലാവാനുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഈ ഡേറ്റ മെയിൻലി ഒബ്സർവേഷൻ ഇന്റർവ്യൂസ് ലൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലൂടെയാണ് അനലൈസ് ചെയ്യേണ്ടത്. അതായത് തിയറീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അനലൈസ് ചെയ്യാം. അവസാനം നമ്മുടെ ഫൈൻഡിങ്സ് എന്ത് ചെയ്യണം, ഒരു ബുക്ക് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് രൂപത്തിലോ നമ്മൾ പ്രസന്റ് ചെയ്യണം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ഔട്ട്ലൈൻ ദ എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ ഉണ്ടല്ലോ, പ്രോബ്ലം സ്റ്റേറ്റിംഗ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വേരിയബിൾസ്, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ വരുന്നത്. എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ സോഷ്യൽ റിസർച്ച്, ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ റെസ്പോണ്ടന്റിന്റെ പ്രൈവസി മാറ്റർ ആണ്, അവരെ ഹാം ചെയ്യുന്ന രീതിയിലേക്ക് ഒന്നും ഡേറ്റാസ് അവരെ ഹാം ചെയ്യുന്ന രീതിയിലേക്ക് ആവുകയാണെങ്കിൽ അത്തരത്തിൽ അവരുടെ ഇൻഫർമേഷൻസ് ഒന്നും പുറത്തു വിടരുത്, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതാണ് ഈ എത്തിക്കൽ കൺസിഡറേഷനിൽ വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ റിസർച്ച് പ്രോബ്ലം. സോ എലമെന്റ്സിൽ തന്നെ പോവാ. എലമെന്റ്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളത്. റിസർച്ച് പ്രോബ്ലം എങ്ങനെ സ്റ്റേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. എലമെന്റ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈങ് റിസർച്ച് പ്രോബ്ലം ആണ്. വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ. എന്താണ് റിസർച്ച് ഡിസൈന്? ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദ സ്ട്രക്ചർ ഓർ ദ റിസർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. ഫസ്റ്റ് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പഠിക്കണം എന്നൊരു പ്ലാൻ ആണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യണം, എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യണം, ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ, എത്ര സമയം എടുക്കും, ഈ കാര്യങ്ങളൊക്കെ എന്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, റിസർച്ച് ഡിസൈനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് ഇതിന്റെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, ബിക്കോസ് അത് ഈ ഒരു യൂണിറ്റിൽ വരുന്നല്ല. ആൻഡ് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ്. ബേസിക് ഓർ പ്യുവർ ടൈപ്പ്, ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, എക്സ്പെരിമെന്റൽ ആൻഡ് ഇവാലുവേറ്റീവ്. അത്രയും ടൈപ്സ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിസ്കസ് ദ ഇഷ്യൂ ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് വാല്യൂ ന്യൂട്രാലിറ്റി ഇൻ സോഷ്യൽ സയൻസ്. ഇതും നമ്മൾ പറഞ്ഞതാണ്. ഒബ്ജക്ടിവിറ്റി എന്താണ്, സബ്ജക്ടിവിറ്റി എന്താണ്, നമ്മുടെ ഫീലിങ്സ്, വാല്യൂസ്, മോറൽസ്, അതുപോലെ തന്നെ ലൈക്സ്, ഡിസ്ലൈക്സ്, ഇതൊക്കെ നമ്മുടെ സ്റ്റഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ സബ്ജക്ടിവിറ്റി ആണ്. ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആ സ്റ്റഡിയെ പഠിക്കുമ്പോൾ, നമ്മൾ ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ആണ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ പാസ്റ്റ് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.